പ്രണയിച്ചിട്ടുണ്ടോ? എത്ര വട്ടം പ്രണയിച്ചിട്ടുണ്ട്? എത്ര ബ്രേക്കപ്പ് കിട്ടിയിട്ടുണ്ട്? എത്ര വട്ടം കരഞ്ഞിട്ടുണ്ട്? ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്, ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ, ലൈഫ് ലോങ് ലവ്, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുക. ബട്ട് എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകാറില്ല. അത് ഏറ്റവും കൂടുതൽ ചെന്ന് അവസാനിക്കുക ബ്രേക്കപ്പ്, ഡിപ്രഷൻ, മൂവ് ഓൺ ചെയ്യാനുള്ള ഡിഫിക്കൾട്ട്നെസ്, അങ്ങനെയൊക്കെയാണ്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഡു യു നോ വൈ? ഒരു സ്ട്രോങ്ങസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റൈറ്റ് പേഴ്സണെ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴല്ല, ഒരു പേഴ്സണായിട്ട് റൈറ്റ് ബോണ്ട് ബിൽഡ് ചെയ്യുമ്പോഴാണ്. റിയൽ ലവ് ഈസ് അബൌട്ട് പേഷ്യൻസ്, ട്രസ്റ്റ്, എഫേർട്ട്. സോ നമ്മുടെ പാർട്ട്ണറായിട്ട് ഹോണസ്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ജഡ്ജ്മെൻ്റ് ഇല്ലാതെ അവരെ ലിസൺ ചെയ്യുക, ഈച്ച് അതർ ഗോൾസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ഈച്ച് അതർ അവൈലബിൾ ആയിരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പാർട്ട്ണറെ നമ്മൾ വിളിക്കുമ്പോൾ, അവരെ കിട്ടാതിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീലിങ്സ്. സോ എപ്പോഴും അവൈലബിൾ ആയിരിക്കുക. ട്രസ്റ്റ് ആൻഡ് ബി ട്രസ്റ്റ് വർത്തി. നമ്മുടെ പാർട്ട്ണറിൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. ബിക്കോസ് സ്ട്രോങ്ങസ്റ്റ് റിലേഷൻഷിപ്പ് എപ്പോഴും രണ്ട് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസ് തമ്മിൽ ഗിവപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകലാണ്. ലവ് ഈസ് ബിൽറ്റ്, നോട്ട് ഫൗണ്ട്. ഡിയർ കുൽസു.